പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ 4-ാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണ്. പലരും ചോദിച്ചു, ഉസ്താദെ, ഈ റബീഉൽ അവ്വൽ മാസം, നബിദിന മാസം എപ്പോഴാണ് വരിക? ഇൻഷാ അല്ലാഹ് നബിദിന മാസം എന്നാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ നമ്മൾ പറയുന്നുണ്ടെന്ന് കേട്ടു നോക്കുക. കൂട്ടത്തിൽ ആദൻ നബിയും അതുപോലെ ദാവൂദ് നബിയും തമ്മിൽ നടന്ന ഒരു ചരിത്രമുണ്ട്. വളരെ രസകരമായ ഒരു ചരിത്രമാണ്. ആ ചരിത്രം ചുമ്മാ പറയുക മാത്രമല്ല, അതിൻ്റെ പിറകിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതുമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ചരിത്രം നമുക്ക് ഇന്നൊന്ന് കേൾക്കാം. കൂട്ടത്തിൽ ഒരു ദുആ പറഞ്ഞു തരാം. ഇന്നിപ്പോൾ ഒരുപാട് പേര് കടക്കെണിയിൽ പെട്ടുപോയിട്ടുണ്ട്, സാമ്പത്തികമായി തകർന്നു പോയിട്ടുണ്ട്. എന്ത് ചെയ്യണം, ആത്മഹത്യയാണ് ഇനി മുന്നിൽ, അങ്ങനെ വരെ ചിന്തിച്ചു പോകുന്ന പലരുമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ദുആ പഠിപ്പിച്ചു തരാം. നിങ്ങളിത് പറയുക, ഇത് 1-2 പ്രാവശ്യമല്ല, എല്ലാ ദിവസവും ഇത് ആവർത്തിച്ച് പറയുക. പടച്ചോൻ നമ്മുടെ ദുആ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. ഈ ദുആ പറഞ്ഞു നോക്കുക, എല്ലാ ബുദ്ധിമുട്ടും മാറും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും തരട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അല്ലാഹു തആല ആരെല്ലാം എവിടെയെല്ലാം പ്രയാസപ്പെടുന്നുണ്ടോ, സങ്കടപ്പെടുന്നുണ്ടോ, പ്രതിസന്ധിയിലായിട്ടുണ്ടോ, പെട്ടുപോയിട്ടുണ്ടോ, അല്ലാഹു എല്ലാവർക്കും ഖൈറുകൾ പ്രദാനിക്കട്ടെ, രക്ഷ കൊടുക്കുമാറാവട്ടെ, സമാധാനം കൊടുക്കട്ടെ, എല്ലാവിധത്തിലുള്ള കാവലും അല്ലാഹു തആല പ്രദാനിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഞാനും നിങ്ങളൊക്കെ മരിക്കേണ്ടവരാണ്. എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, എങ്ങനെയാണ് മരിക്കുക എന്നറിയില്ല, എവിടെയാണ് മരിക്കുക എന്നറിയില്ല. നമ്മൾ മരിക്കുന്ന സമയം റബ്ബേ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ റഹ്മാനെ, ഈമാനുള്ള സലാമത്തുള്ള നല്ല മരണം പ്രധാനിക്കണേ അല്ലാ. സൂഉൽ ഖാത്തിമയെ തൊട്ട് കാക്കണേ അല്ലാ. ഹുസ്നുൽ ഖാത്തിമ തരണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സഫർ മാസത്തിന്റെ 22-ാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പരിശുദ്ധമായ സഫർ മാസത്തിന്റെ 4-ാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരുന്നു. നാളെ സഫർ മാസത്തിന്റെ 4-ാമത്തെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാ. ഒരു പക്ഷേ സഫർ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി ആവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇന്ന് 22 സഫർ മാസം 22, ഇന്ന് വ്യാഴാഴ്ച. അടുത്ത വ്യാഴാഴ്ച സഫർ മാസം 29. 29-ാമത്തെ ദിവസമാണ് അടുത്ത വ്യാഴാഴ്ച. അപ്പം അടുത്ത വ്യാഴാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ, നമ്മൾ പിന്നെ അൽഹംദുലില്ലാ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി വ്യാഴാഴ്ച നിലാവ് കണ്ടില്ല എങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച സഫർ 30 പൂർത്തിയാക്കി, അപ്പോൾ നമുക്ക് 5 വെള്ളിയാഴ്ച കിട്ടും. സഫർ 30 പൂർത്തിയാക്കി ശനിയാഴ്ചയായിരിക്കും നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് കടക്കുക, നബിദിന മാസത്തിലേക്ക് കടക്കുക. ഇപ്പോൾ നമ്മൾ ഒരു പക്ഷേ നമുക്ക് അവസാനത്തെ വെള്ളിയാഴ്ച ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിലാവ് കണ്ടാൽ നമുക്ക് ഇത് അവസാനത്തെ വെള്ളിയാഴ്ച രാവാവും. ഇനി നിലാവ് കണ്ടില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച കൂടി നമുക്ക് സഫർ മാസത്തിൽ കിട്ടും. അപ്പം എങ്ങനെയും ആവട്ടെ, അൽഹംദുലില്ലാ റബീഉൽ അവ്വൽ മാസം നമ്മുടെ തൊട്ട് അരികത്തെത്തിയിരിക്കുകയാണ്. 7-8 ദിവസം മാത്രമാണ് റബീഉൽ അവ്വൽ മാസത്തിലേക്കുള്ളത്. അൽഹംദുലില്ലാ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകളും മദ്ഹുകളും മൗലിദുകളും ഒക്കെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന സുന്ദരമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. അല്ലാഹുവേ, പടച്ചവനെ, ആ മാസത്തെ സ്വീകരിക്കാനും ഒരുപാട് മുത്തായ ഹബീബിനെ പറ്റി പറയാനും കേൾക്കാനും ആ നബിയെപ്പറ്റി അറിയാനും പഠിക്കാനും ആ നബിയെപ്പറ്റി പാടാനും ആ നബിയെപ്പറ്റി സ്വലാത്തുകൾ പറയാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു ചെറിയ ചരിത്രം കേട്ടാലോ? തുടക്കം തന്നെ വാപ്പയും മകനും തമ്മിലുള്ള ഒരു ചരിത്രമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. ആദൻ നബി അല്ലാഹു തആല സൃഷ്ടിച്ചു കഴിഞ്ഞ് ആദൻ നബിയുടെ മുതുകിൽ അല്ലാഹു ഇങ്ങനെ തടകിയെന്നാണ്. ഇങ്ങനെ തടകുന്ന സമയത്ത് ആദൻ നബിയുടെ മുതുകിൽ നിന്നും ഇനി ലോക അവസാനം വരെ ഏതെല്ലാം മനുഷ്യന്മാർ ഭൂമിയിൽ വരുമോ അവരെല്ലാവരും അവരുടെ റൂഹുകളൊക്കെ പുറത്തേക്ക് വന്നു എന്നാണ്. നമ്മുടെ ആദ്യ പിതാവാണല്ലോ ആദൻ നബി അലൈഹി സ്വലാം. ആദൻ നബിയുടെ മക്കളാണ് നമ്മളൊക്കെ. ആ ആദൻ നബിയുടെ മകൻ, പിന്നെ മകൻ, പിന്നെ മകൻ, അങ്ങനെ വന്ന് 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 നമ്മളേക്ക് എത്തി. നമ്മുടെ ഇങ്ങനെ പരമ്പര നേരെ നോക്കിയാൽ ആദൻ നബിയിലെത്തും. അപ്പോൾ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ അള്ളാഹു ഇങ്ങനെ തടകിയപ്പോൾ ആദൻ നബിയുടെ മുതുകിൽ നിന്നും എല്ലാ ആത്മാക്കളും എല്ലാ റൂഹുകളും പുറത്തേക്ക് വന്നു എന്നാണ്.
കോടാനുകോടിക്കണക്കിന് മനുഷ്യർ. അപ്പോൾ തൻ്റെ മക്കളെയൊക്കെ ഇങ്ങനെ നോക്കി ആദം നബി നിൽക്കുന്ന സമയത്ത് വളരെ പൊക്കം കുറഞ്ഞ ഒരാളെ കണ്ടു. അപ്പം അല്ലാഹു തആലയോട് ചോദിച്ചു, റബ്ബി മൻ ഹാദ, പടച്ചോനെ അതാരാണ്? ആ സമയത്ത് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു എന്നാണ്, വലദുക ദാവൂദ്, അത് നിന്റെ മകനാകുന്ന ദാവൂദാണത്. എന്താണ് അല്ലാഹുവേ, ദാവൂദിന് വളരെ പൊക്കം കുറവാണല്ലോ. ആ സമയത്ത് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു, ദാവൂദിന് ആയുസ് കുറവാണ്, അവൻ 40 വയസ്സു മാത്രമേ ജീവിക്കുള്ളൂ, അതാണ് അങ്ങനെ പൊക്കം കുറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ആദം നബി ആകുന്ന വാപ്പാക്കൊരു സങ്കടം. അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ അവനിക്ക് നീ ആയുസ് നീട്ടിക്കൊടുക്കാൻ പാടില്ലേ? അല്ലാഹു തആല പറഞ്ഞു എന്നാണ്, അതിന് പറ്റൂല, കാരണം ഓരോ ആളുകളുടെയും ആയുസ് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു, ഇനി അവർ അത്രയേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ വാപ്പയാകുന്ന നിങ്ങൾ പറഞ്ഞത് പരിഗണിച്ച് ഞാൻ ആയുസ് നീട്ടിക്കൊടുക്കാം, പക്ഷെ അത് എക്സ്ട്രാ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് വേണം കൊടുക്കാൻ. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, പടച്ചോനെ എനിക്ക് എത്ര വയസ്സ് വരെ? 1000 വയസ്സുവരെ, 1000 വർഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരമുണ്ട്. ആണോ? എങ്കിൽ എൻ്റെ വയസ്സിൽ നിന്നും ഒരു 60 വയസ്സ് ആർക്ക് കൊടുക്കണം? ഈ ദാവൂദിന് കൊടുക്കണം. മഹാനായ ആദം നബിയുടെ വയസ്സിൽ നിന്നും ഒരു 60 എടുത്ത് അല്ലാഹു തആല ആർക്ക് കൊടുത്തു? മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തു എന്നാണ്. ഇത് വേറെ വ്യത്യസ്തമായ റിപ്പോർട്ടുമുണ്ട്. അതായത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 60 വയസ്സ് വരെയാണ് ജീവിക്കാനുള്ള അവസരമുള്ളത്. അപ്പോൾ അല്ലാഹു തആലയോട് ആദം നബി പറഞ്ഞു, പടച്ചോനെ എൻ്റെ മകനാകുന്ന ദാവൂദിന് ഒരു 40 വയസ്സ് കൂടി നീട്ടിക്കൊടുക്കണം, അപ്പോൾ ഒരു 100 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആദം നബിയുടെ 1000 വർഷത്തിൽ നിന്നും ഒരു 40 വർഷം എടുത്താണ് അല്ലാഹു തആല ദാവൂദ് നബിക്ക് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ആദം നബി സമ്മതിച്ചു, ആദം നബിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു എന്നാണ്, മലക്കുകളെ നിങ്ങളൊന്ന് എഴുതി വെക്കണം. എന്താ എഴുതി വെക്കേണ്ടത്? 1000 വയസ്സുണ്ടായിരുന്ന ആദമിൻ്റെ വയസ്സിൽ നിന്നും 1000 വർഷം ജീവിക്കുന്ന ആദമിൽ നിന്നും 40 വർഷം ദാവൂദ് നബിക്ക് കൊടുത്തിട്ടുണ്ട്, ബാക്കി 960 വർഷമാണ് ആദം നബി ജീവിക്കുക എന്ന് ഇപ്പം തന്നെ എഴുതി വെക്കാൻ പറഞ്ഞു. മലക്കുകൾ അങ്ങനെ എഴുതി വെച്ചു എന്നാണ്. അങ്ങനെ കാലങ്ങളെല്ലാം കഴിഞ്ഞു, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, അല്ലേ? വർഷങ്ങൾ കഴിഞ്ഞു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 960 വയസ്സായി. 960, നമ്മുടെ വാപ്പാക്ക് 960 വയസ്സായി. അപ്പോൾ റൂഹിനെ പിടിക്കാൻ വേണ്ടി മഹാനായ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു ചെല്ലുകയാണ്. അസ്രായിൽ എന്ന മലക്ക് ചെന്നിട്ട് ആദം നബിയോട് പറഞ്ഞു, ആദം നബിയെ നിങ്ങളുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആയിട്ടില്ല, എനിക്ക് 960 ആയിട്ടുള്ളൂ, ഇനിയും 40 വർഷം കൂടി ജീവിക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞു, അല്ല, നിങ്ങൾ മറന്നുപോയോ, ഒരുപാട് നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ വയസ്സിൽ നിന്നും ഒരു 40 വയസ്സ് നിങ്ങളുടെ മകനാകുന്ന ദാവൂദിന് കൊടുത്തിരുന്നു. ഞാൻ ഓർക്കുന്നില്ല. ആദ്യമായി നിഷേധം പറഞ്ഞത് ആദം നബിയാണെന്നാണ് മനുഷ്യരിൽ നിന്നും. എന്നിട്ട് നോക്കൂ, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, മലക്കുകൾ ഇങ്ങനെ കൃത്യമായ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആദം നബിക്ക് ബോധ്യമായത്, ശരിയാണല്ലോ, എൻ്റെ 40 വയസ്സ് എൻ്റെ മകനാകുന്ന ദാവൂദിന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്മതിക്കുകയും റൂഹിനെ പിടിക്കുകയും ചെയ്തു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് വേറെ ഒന്നിനുമല്ല, മനുഷ്യനായ നമ്മളെല്ലാവരും മറവിയുള്ളവനാണ്, അല്ലെ? ഇൻസാൻ എന്നാണ് മനുഷ്യന് പറയുക. ഇൻസാൻ നിസിയാനുള്ളവനാണ്. നിസിയാൻ എന്ന് പറഞ്ഞാൽ മറവി എന്നാണ്. മനുഷ്യൻ മറവിയുള്ളവനാണ്. അപ്പോൾ ഏത് സമയത്തും ഇപ്പം നമ്മൾ ഓർത്തിരിക്കുമെങ്കിലും ഓരോ സെക്കൻഡ് കഴിയുന്തോറും അതിങ്ങനെ മറന്നു പോകുമെന്നാണ്. അപ്പോൾ നമ്മൾ മറക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മൾ വാങ്ങിച്ച കടം. ഇന്നത്തെ വിഷയം അതാണ്, കടം. ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്, കടക്കെണി കൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്ത ദുആകളിൽ ഒന്ന്, അല്ലാഹുവേ എന്നെ കടക്കാരനാക്കല്ലേ റബ്ബേ, കടക്കാരനാക്കി മരിപ്പിക്കല്ലേ അല്ലാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതലായി ദുആ ചെയ്തതെന്ന് നമുക്ക് മഹാന്മാർ പറഞ്ഞു തരുകയാണ്. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, നബിയെ നിങ്ങൾ എന്തിനാണ് ഈ കടത്തെ പേടിക്കുന്നത്? കടം എന്താണ് പ്രശ്നം? അപ്പോൾ പറഞ്ഞു, സമാധാനപരമായ ജീവിതം നമുക്ക് നഷ്ടപ്പെടാൻ കടം മാത്രം മതി, അല്ലേ? ഒരു 1,00,000 രൂപ കടമുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവനാണെങ്കിൽ, ഇനിയിപ്പോൾ വേണ്ട, കൊടുക്കാതെ ഒളിച്ചു നടക്കുന്നവനാണെങ്കിൽ അവനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല. അല്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യൻ, അവനിക്ക് ഒരു തോന്നലുണ്ടാവുമല്ലോ, പടച്ചോനെ ഞാൻ കടക്കാരനാണല്ലോ, ഈ കട എനിക്ക് തിരിച്ചു കൊടുക്കണമല്ലോ തോന്നലുണ്ടാകും. ആ തോന്നലുള്ളിടത്തോളം കാലം അവൻ എന്ത് ചെയ്യും? അവർക്കൊരു ടെൻഷൻ ഉണ്ടാകും. അപ്പം നബി തങ്ങൾ പറയുന്നു, സമാധാനപരമായ ഒരു ജീവിതം നഷ്ടപ്പെടും. മാത്രമല്ല കളവ് പറയേണ്ടി വരും ചിലപ്പോൾ, അല്ലേ? എടാ നാളെ തരാടാ, അല്ല മറ്റന്നാൾ തരാടാ, അങ്ങനെ കളവ് പറയേണ്ടി വരും. അപ്പോൾ പലരുമൊക്കെ
കടം വാങ്ങിച്ചിട്ട് ഇങ്ങനെ മുങ്ങി നടക്കുന്നൊരു സ്വഭാവമുണ്ട്. ഒരിക്കലും നല്ലതല്ല. അള്ളാഹു താല പിടിച്ചു വെക്കുമെന്നാണ്. പടച്ചവൻ പിടിച്ചു വെക്കും. ഭയങ്കരമായ ശിക്ഷയാണ്. കടക്കാരനായി മരിച്ച 1 രൂപ കടക്കാരനായി മരിച്ചാൽ, മറ്റുള്ളവരെ വഞ്ചിച്ചാണ് മരിക്കുന്നതെങ്കിൽ അള്ളാഹു പിടിച്ചു നിർത്തും. അവന്റെ ഖബറിന്റെ അദാബുകൾ ഒരുപാട് കണ്ട് ഉയരുമെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്നറിയോ? സൂറത്തുൽ ബഖറയുടെ 282 ആയത്താണ്. ആയത്തുദ്ദൈൻ എന്നാണ് ഈ ആയത്തിനെ പറ്റി പറയുക. അതായത് കടവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ആ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. അതിലിങ്ങനെ എഴുതി വെക്കുന്നുണ്ട്, നിങ്ങൾ കടം വാങ്ങിച്ചാൽ അത് എഴുതി വെക്കണം. മാത്രമല്ല, ഇനി എഴുതി വെക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് വിശ്വസ്തതയുള്ള ഒരാളോട് പറയണം, എടാ ഞാനൊരു 10,000 രൂപ അയാളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഒന്ന് ഓർക്കണേ, അങ്ങനെ പറയണമെന്നാണ്. അപ്പോൾ വളരെ ഗുരുതരമാണ് കടം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പള്ളിയിലേക്ക് വരുമ്പോൾ പല സ്വഹാബിമാരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പലരുമൊക്കെ ഈ കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടാണ്, കടക്കാരെ പേടിച്ചിട്ടാണ് പള്ളിയിൽ വന്നിരിക്കുക. ഒരു സ്വഹാബി വന്ന് നബിയോട് പറയുന്നുണ്ട്, നബിയെ ഞാൻ കടക്കാരനാണ്, എന്ത് ചെയ്യും? എനിക്ക് കടം വീട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, കടം വീട്ടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ദുആ ചെയ്യലാണ്. നല്ലതുപോലെ ദുആ ചെയ്യണം. കടം വീടാൻ നല്ലതുപോലെ ദുആ ചെയ്യണം. മാത്രമല്ല, ദുആ മാത്രം പോരല്ലോ, കടം വീടാനുള്ള മാർഗങ്ങൾ തേടണം. ദുആ ചെയ്ത് അയാൾ ഇങ്ങനെ പള്ളിയിൽ തന്നെ ഇരുന്നാൽ ശരിയാവൂല. അയാൾ കടം വീടാൻ വേണ്ടി ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ കച്ചവടം ചെയ്യണം, അല്ലെങ്കിൽ എന്താണ്, മറ്റു ജോലികൾ ചെയ്യണം. അതിൽ നിന്ന് വരുമാനം കിട്ടണ്ടേ, സമ്പത്ത് കിട്ടണ്ടേ? അതിങ്ങനെ മാറ്റിവെച്ച് അയാൾ കടം വീട്ടണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് ദുആ ഇറക്കണം. അപ്പോൾ അള്ളാഹിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു സഹായവും ഉണ്ടാകും. ഇന്നൊരു ദുആ നമുക്ക് പഠിക്കാം. കടം വീടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാർക്ക് ഒരുപാട് ദുആകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദുആ മാത്രം പോരാ, ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള അധ്വാനവും ഒക്കെ ഉണ്ടാവണം. ഈ കടം കൂടുമ്പോഴാണ് തെറ്റുകൾ പെരുകുന്നതെന്നാണ്. ഇപ്പോൾ ആത്മഹത്യ കൂടുന്നത് പലപ്പോഴും കടക്കെണിയിൽ പെട്ടിട്ടാണ്, അല്ലേ? കടക്കെണി, ജപ്തി, ലോണ്, പലിശ അതൊക്കെ കൂടുമ്പോഴാണ് പലപ്പോഴും ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. അതുപോലെ മോഷണം കൂടുന്നത് കടം വീട്ടാനില്ല, അതുകൊണ്ട് മോഷണം നടത്തുന്നു, വ്യഭിചാരം നടത്തുന്നു, അതുപോലെ പിടിച്ചുപറി നടക്കുന്നു, ലഹരി വിൽപ്പന നടക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മളൊരു വാർത്ത വായിച്ചല്ലോ, എന്താണ്, 3 അധ്യാപികമാരെ പിടിച്ചു വടകര ഭാഗത്ത് നിന്നും. അതെന്താണ്, അതിൽ ഒരാൾ പറഞ്ഞത് എനിക്ക് ഒരുപാട് കടമുണ്ട്, കടം വീട്ടാൻ വേണ്ടി ഞാൻ ഈ കഞ്ചാവ്, ലഹരി, MDMA വിറ്റതാണെന്നാണ്. അവർ വിൽക്കുക മാത്രമല്ല, വാങ്ങുന്നവരും ഉപയോഗിക്കുന്നവരും ഒക്കെ ആയിരുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അല്ലാഹു ആലം. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ദുആ നമുക്ക് പഠിക്കാം. ഏതാണ് ആ ദുആ? കേട്ടോ. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك. اللهم അല്ലാഹുവേ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക. അല്ലാഹുവേ, ഹറാമിനെ തൊട്ട് നിന്റെ ഹലാല് കൊണ്ട് എന്നെ നീ മതിയാക്കണേ അല്ലാ. ഹറാമിനെ തൊട്ട് ഹലാല് കൊണ്ട് എന്നെ മതിയാക്കണേ അല്ലാ. പടച്ചവനെ, ഹലാലായ സമ്പത്ത് തരണയല്ല, ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണയല്ല. വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. പടച്ചവനെ, നീ അല്ലാത്ത മറ്റൊരാളുടെ മുമ്പിൽ പോയി ഇങ്ങനെ കൈ നീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ. നിന്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് സമ്പത്ത് തരണയല്ല, നീ എൻ്റെ സമ്പത്തിൽ ബറക്കത്ത് തരണയല്ല എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതാണ് ദുആ? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. ഒന്നുകൂടി. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. ഇൻഷാ അല്ലാഹ് ഈ ദുആ പഠിച്ചു വെച്ചോ. വളരെ ശ്രേഷ്ഠതയുള്ള ദുആയാണ്. പിന്നെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാൻ ധാരാളമായി സ്വലാത്തുകൾ പറയേണ്ട ശ്രേഷ്ഠമായ രാവുകളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ധാരാളമായി സ്വലാത്തുകൾ പറയുക, ദിക്റുകൾ പറയുക, മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക്കുക, നല്ലവണ്ണം നമ്മുടെ നഖവും മുടിയും ഒക്കെ നീക്കാൻ പറ്റും. ഇന്ന് അസറിന് ശേഷം നഖം നീക്കം ചെയ്യൽ
പ്രത്യേകം സുന്നത്താണ്. വെള്ളപ്പാണ്ട് രോഗത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ വ്യാഴാഴ്ച അസറിന് ശേഷമുള്ള നഖം വെട്ടാൻ നല്ലതാണെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലവണ്ണം ദ്വാരക്കുക. നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളൊക്കെ മാറാൻ, പ്രശ്നങ്ങൾ മാറാൻ നല്ലവണ്ണം നമ്മൾ ദ്വാരക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും ആപത്ത് മുസീബാത്തുകളെ തൊട്ടും കണ്ണേറ് സിഹറുകളെ തൊട്ടും എല്ലാവിധത്തിലുള്ള ശൈത്വാൻപരമായ മനുഷ്യപരമായ റൂഹപരമായ എല്ലാ ഇടങ്ങേറുകളെ തൊട്ടും കരുണാവാരിധിയായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.